ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ആൻറ്റി ഏജിങ് ഫേസ് ക്രീമിനെ കുറിച്ച് പറയാനാണ് വീഡിയോ കേട്ടോ. ഒരു മാറ്റമായിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഫേസ് ടു ഫേസ് ആയിട്ട് നമ്മൾ സംസാരിക്കുന്നതിന് പകരം ഒരു കുറച്ച് ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ എല്ലാ ദിവസവും എല്ലാവരും തുടങ്ങുന്ന പോലെ തന്നെ പ്രയറിലൂടെയാണ് സ്റ്റാർട്ടിങ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കോഫി ഉണ്ടാക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കെപ്പോഴും ഇപ്പോൾ എൻ്റെ ഒരു ഹെൽത്ത്, അതായത് ഒരു ബോഡി ഇഷ്യൂ എന്ന് പറയണത് നമുക്ക് ഭയങ്കര ഒരു ഉന്മേഷക്കുറവ്, ഉണർവ് കുറവൊക്കെയാണിപ്പോൾ. അപ്പോൾ നമ്മൾ ചായ കുടിക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ഞങ്ങളുടെ സിറ്റ് ഔട്ടിലാണ്, മുകളിലാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നമ്മുടെ ഒരു എനർജി, ഒരു പോസിറ്റീവ് എനർജിയൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ പ്രകൃതിയിലേക്കൊക്കെ നോക്കി ചായ കുടിക്കുന്നതൊക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസമാണ് നമ്മുടെ ഷൂട്ട്. അപ്പോൾ അതിനാൾ മുൻപ് തന്നെ ഞാനിപ്പോൾ നിങ്ങൾക്കിത് ഷൂട്ട് ചെയ്യുന്ന മുൻപ് തന്നെ എൻ്റെ ഒരു ഫസ്റ്റ് ഞാൻ എന്നും കീപ്പ് ചെയ്യണൊരു കാര്യം എന്ന് പറഞ്ഞാൽ വചന വായനയാണ്. ബൈബിള്, ഞങ്ങളുടെ ദൈവത്തിൻ്റെ വാക്കുകൾ ശ്രവിക്കുക. അപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് അതൊരു പാതയിൽ വിളക്കാണ്. അതനുസരിച്ചാണ് അന്നത്തെ ദിവസം നമ്മൾ നീങ്ങുക, ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുക, പ്രാർത്ഥിക്കുക. അത് തന്നെയാണ് ഏറ്റവും ഫസ്റ്റ് എൻ്റെ ഒരു ദിവസത്തിൻ്റെ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയണത് കേട്ടോ. അപ്പോൾ പിന്നെ എന്താ ഞാനിന്ന് പറയാൻ വന്നിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, നമുക്കെല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ആൻറ്റി ഏജിങ് ഫേസ് ക്രീം, നൈറ്റ് ക്രീമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു മെത്തേഡാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ ഇത് നമ്മളൊരു ക്രീം ബേസാണ്, പാരബിൻ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു ക്രീം ബേസാണ് കേട്ടോ ഇടുന്നത്. അതിലേക്ക് നമ്മൾ ഇതിപ്പോൾ ക്വാണ്ടിറ്റി കാര്യങ്ങളൊന്നും നോക്കണ്ട. കാരണം ഇപ്പോൾ ഞാനിത് പേഴ്സണൽ യൂസിന് വേണ്ടി കുറച്ച് ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾ കാണിച്ചതാണ്. നമുക്ക് സെയിലിനുണ്ടായിരുന്ന പ്രോഡക്റ്റാണ്, ഇപ്പോഴും ഉള്ളതാണ് കേട്ടോ. കസ്റ്റമൈസേഷനൊക്കെ ഉണ്ട്. അപ്പം ഈ ഒരു കാണുന്ന ഐറ്റമാണ് നമ്മുടെ സ്കിന്നിനെ മാറ്റിമറിക്കുന്ന ഒരു ഐറ്റം എന്ന് പറയണത്. നിങ്ങൾ നീല ലിക്വിഡ് കാണുന്നുണ്ടല്ലോ അല്ലേ? ആ നീല ലിക്വിഡ് എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ പൗഡർ നമ്മുടെ വീട്ടിൽ, അതായത് എനിക്കിപ്പം ശംഖുപുഷ്പത്തിന് ഫ്രഷായിട്ടുള്ള ശംഖുപുഷ്പം ഞാൻ കളക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് വേണ്ടി എൻ്റെ അമ്മ തന്നെ അത് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഈ ഐറ്റം നമ്മളത് ഉണക്കാണ്, നമ്മൾ പൊട്ടിച്ചതിന് ശേഷം ഉണക്കി, ഡ്രൈ ഫ്ലവറാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഡ്രൈ ഫ്ലവറാണ് ഞാൻ ഉണക്കി വെച്ചിട്ടുള്ളതാണ്. എനിക്കിതൊക്കെ അമ്മ ഉണക്കി തരും കേട്ടോ. കണ്ട, ഇതാണ് എൻ്റെ അമ്മ എനിക്ക് വേണ്ടി വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതവിടുന്ന് നമ്മൾ കളക്ട് ചെയ്തിട്ട് അത് നമ്മൾ ഉണക്കി വെച്ചിട്ട് ഈ ലിക്വിഡിന്ന് ആ ബോട്ടിൽ കണ്ടോ, അത് ഗ്ലിസറിനാണ്. ആ ഗ്ലിസറിനിലാണ് നമ്മളതിങ്ങനെ പൊടി ഇട്ട് ബ്ലെൻഡാക്കി വെച്ചിരിക്കുന്നത്. അത് നമുക്ക് ആവശ്യാനുസരണം നമുക്ക് എടുക്കാവുന്നതാണ്. അതാണ് നമ്മൾ ആ ക്രീം ബേസിൽ ഒഴിച്ച നീല ലിക്വിഡ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിലെ ഒത്തിരി റിങ്കിൾസ്, ഫൈൻ ലൈൻസൊക്കെ മാറ്റി പാടുകൾ മാറ്റാനും സ്കിൻ നന്നായി സോഫ്റ്റ് ആക്കാനും ഒക്കെ വളരെ വളരെ നല്ലതാണ്. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മളെല്ലാവരും ഇതിനെ അവഗണിച്ചിട്ടുള്ളൊരു ചെടിയാണ് അല്ലേ? കാട് പോലെ പടർന്നു പിടിക്കുമ്പോൾ വലിച്ചു കളയുന്നൊരു ചെടിയാണ്. സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് ആളുകൾ അറിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഗുണം നമുക്ക് മനസ്സിലാവുന്നത് അല്ലേ? ഇതിനൊക്കെ എനിക്ക് കിട്ടാത്ത സമയത്ത് ശംഖുപുഷ്പം നമ്മളിവിടെ നട്ടുപിടിപ്പിക്കുന്ന ഒരാൾ മുപ്പാട്, ഞാനിതിൻ്റെ റേറ്റ് ചോദിച്ചു. കാരണം എനിക്കിതിന് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു, എൻക്വയറി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഡ്രൈഡ് ആയിട്ടുള്ള ഫ്ലവറിന് ഞാൻ ചോദിച്ചപ്പോൾ ഒത്തിരി എമൗണ്ട്, 4500 ഒരു 1 kg എന്നോട് പറഞ്ഞു കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ വിചാരിച്ചത് 4500 കൊടുത്തിട്ട് എനിക്കിത് വാങ്ങി സെയിൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം അത് പൊടിച്ച് കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല, അറിയാലോ എത്രത്തോളം ഉണ്ടാവുന്ന ഈ ഡ്രൈഡ് ഫ്ലവർ പൊടിച്ച് കഴിഞ്ഞാൽ. അങ്ങനെയാണ് ഇങ്ങനെ ഞാൻ പറയുമ്പോൾ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി നട്ടുപിടിപ്പിച്ച് പെട്ടെന്ന് തന്നെ, അത്രയധികം കാലങ്ങളൊന്നും വേണ്ടത് ഇതാവാനായിട്ട് ഉണ്ടായി. അതിന് മുൻപ് ഞാൻ കുറേ മറ്റുള്ള സ്ഥലത്തു നിന്നൊക്കെ കളക്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ വൈറ്റമിൻ ഇ കൂടി ചേർത്തിട്ടുണ്ട്. ഞാനിത് പറയുന്നതിൻ്റെ ഇടയിൽ തന്നെ ക്രീം ബേസ്, പിന്നെ നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ലിക്വിഡ്, അതായത് ഗ്ലിസറിനും വെജിറ്റബിൾ ഗ്ലിസറിനാണ് ചേർത്തിരിക്കുന്നത്. അതും കൂടിയിട്ടുള്ള ശംഖുപുഷ്പത്തിൻ്റെ പൊടിയും കൂടിയായിട്ട് മിക്സ് ആയിട്ടുള്ള ലിക്വിഡും, പിന്നെ നമ്മൾ ചേർത്തിരിക്കുന്നത് വൈറ്റമിൻ ഇ ആണ്. ഇതും കൂടി നന്നായി മിക്സ് ആക്കുക. ഫ്രാഗ്രൻസ് നമുക്ക് ആവശ്യമാണ്, നമുക്കത് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു നല്ലതാണ്, ഒരു മണം, ഫ്രഷ് ആയിട്ടുള്ളൊരു മണം. ഏത് ഫ്രാഗ്രൻസ് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം, സെയിം അതിൻ്റെ തന്നെയാണ് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ആ ഫ്രാഗ്രൻസും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ വേറെ കാര്യങ്ങളൊന്നും നമ്മൾ ചേർത്തിട്ടില്ല.
അപ്പോൾ നന്നായിട്ട് അബ്സോർബ് ആവും നമ്മുടെ ഫേസിലിടുമ്പോൾ തന്നെ. നൈറ്റിലിടണം കേട്ടോ, നൈറ്റ് ക്രീമായിട്ടാണ് ഉപയോഗിക്കേണ്ടത്. നന്നായി സ്കിന്നിൻ്റെ പാടുകളൊക്കെ മാറി സ്കിൻ സോഫ്റ്റായിട്ട് നിറം വർദ്ധിച്ചിരിക്കുന്നു, അതേപോലെ റിങ്കിൾസും കാര്യങ്ങളൊക്കെ മാറുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഒരുപാട് പേര്. അതുകൊണ്ടാണ് നമ്മളിതിന് ആൻറ്റി ഏജിങ് ഫേസ് ക്രീം എന്ന് പറയുന്നത് കേട്ടോ. എല്ലാ പ്രായക്കാർക്കും ഏത് സ്കിൻ ടൈപ്പുകാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന, ഇതുവരെ അലർജിയും കാര്യങ്ങളും ഒന്നുമില്ലാത്തൊരു ക്രീമാണ്. ഇത് വളരെ കുറഞ്ഞ ക്വാൻറ്റിറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ ക്രീം ബേസ് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ കുഴപ്പമൊന്നുമില്ല, നമ്മുടെ അലോവേറ ജെല്ലുണ്ടല്ലോ, നല്ല ഓർഗാനിക്കായിട്ട് അലോവേറ ജെല്ല്, അതിൽ നിങ്ങളിത് മിക്സ് ചെയ്ത് ഈ ലിക്വിഡും ഈ വൈറ്റമിനിയൊക്കെ മിക്സ് ചെയ്ത് ഇങ്ങനെ നല്ലൊരു ടൈറ്റ് എയർ കടക്കാത്തൊരു കണ്ടെയ്നർ ജാറിലാക്കി കണ്ടെയ്നർ ക്യാപ്പൊക്കെ ഇട്ട് നമ്മൾ നന്നായിട്ട് സേഫായിട്ട് നിങ്ങൾക്ക് റൂം ടെമ്പറേച്ചറിൽ തന്നെ അടച്ച് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഫേസിലും കൈമയ്ക്ക് ഇടാം, നമുക്ക് നല്ലതാണ് കേട്ടോ. ഡീപ്പായിട്ടുള്ളൊരു മോയ്സ്ചറൈസറും കൂടിയാണിത്, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.